നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാനിഷ റസൽ. ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ നമ്മുടെ വീട് ക്രിസ്മസിന് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ ഇടാം. നമ്മുടെ തെങ്ങിൻ്റെ കൊടിഞ്ഞിൽ മുകളിൽ ഇങ്ങനെ ചെറുത് താഴെ വലുത് എന്നുള്ള രീതിയിൽ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് നമുക്കിത് മുഴുവനായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഇത് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. സ്പ്രേ പെയിൻറ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുഴപ്പമില്ല, നല്ല മെറ്റാലിക് ഫിനിഷോടുകൂടി തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഓർണമെൻറ്റ്സും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നല്ല ഷൈനിങ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ബോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ പീസസ് ആക്കി പേപ്പർ മുറിച്ചിട്ട് പേപ്പർ പൾപ്പാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഓരോരോ പേപ്പർ ചുരുട്ടി അതിൻ്റെ മുകളിൽ അടുത്ത കവറിങ് കൊടുത്ത് ഒരു ബോൾ ഷേപ്പ് ആക്കി എടുത്താലും മതി. നമുക്ക് ആവശ്യമുള്ള വലിപ്പമായി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു നൂല് വെച്ച് വലിച്ചു ചുറ്റിയെടുക്കാം കേട്ടോ. ഇതിലിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിൻറ് ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ഇച്ചിരി തിളക്കമുള്ള ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മുഴുവനായിട്ട് പശ പുരട്ടിയിട്ട് ഗ്ലിറ്റേഴ്സ് വിതറി കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലിറ്റേഴ്സിൽ ഈ ബോളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോളിന് ആവശ്യമായിട്ടുള്ള ഹാങ്ങിങ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് 4-5 മടക്കി ഈ ഒരു വീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ നൂലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു വാഴയുടെ നാരെടുത്ത് മെറ്റാലിക് പെയിൻ്റ് അടിച്ച് വെച്ചതാണിത്. ഇതിനി ഈ പേപ്പറിൻ്റെ ഒരു അറ്റത്തായിട്ട് വെച്ചിട്ട് ഈ പേപ്പർ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, ഒരു ഇച്ചിരി ആകുമ്പോൾ തന്നെ ബാക്കിയുള്ള പേപ്പർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഗമ്മ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ആ പേപ്പറിൻ്റെ ഭാഗങ്ങൾ മാത്രം ഗോൾഡൻ കളർ ഉപയോഗിച്ച് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ബോളും ഹാങ്ങിങ്ങും ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല തിളക്കത്തിൽ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും നിറത്തിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ക്രിസ്മസ് ട്രീയിൽ കാണുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സമ്മാനപ്പൊതികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പല നിറങ്ങളിൽ വരുന്ന തിളക്കമുള്ള മിഠായി കടലാസ് എടുത്തിട്ട് ഇതുപോലെ നല്ല സമചതുരത്തിൽ വെട്ടിയിട്ട് തെർമോക്കോളിൻ്റെ പീസ് ആ മിഠായി കടലാസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് ചെറിയ പേസ്റ്റൊക്കെ വരുന്ന കവറുകളില്ലേ, അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നിയോൺ കളേഴ്സൊക്കെ അടിച്ചു കൊടുത്താൽ മതി. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ നൂലെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ പല നിറങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വീതി പറഞ്ഞാൽ ചെറിയൊരു കമ്പിയിലോട്ട് ഒരു പേപ്പർ ഇതുപോലെ ചുറ്റി ഒട്ടിച്ചെടുക്കാം. ഒരുപാട് പേപ്പർ ചുറ്റരുത് കേട്ടോ, ചെറിയൊരു കനത്തിൽ ചെയ്തെടുത്താൽ മതി. ഒരു റെഡ് കളർ പേപ്പർ ഈ ഒരു വീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പശ പുരട്ടിയിട്ട് നമുക്കിതുപോലെ ആ വെള്ള പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളയും ചുവപ്പും നിറങ്ങൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാൻ. കത്രിക ഉപയോഗിച്ച് ഈ ഒരു വലിപ്പത്തിൽ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് കോട്ടയുടെ കാല് പോലെ ഇത് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കാം. വളരെ കനം കുറഞ്ഞ കമ്പി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ നൂലെടുത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ക്രിസ്മസ് ട്രീയിൽ ഞാൻ ഇതുപോലൊരു ഓർണമെൻറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ബെല്ല് ഉണ്ടാക്കാം. സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചെറിയ പീസ് തെർമോക്കോൾ വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. തെർമോക്കോൾ കഴിഞ്ഞിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. ബെല്ല് പോലെ തോന്നാൻ വേണ്ടിയിട്ട് വിരൽ വെച്ചിട്ട് ഈ പേപ്പർ ഒന്ന് പുറകോട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ തെർമോക്കോളിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു പീസ് ഈർക്കിൽ കുത്തിയിറക്കാം. അതിൻ്റെ ഒരു അറ്റത്ത് ഒരു തെർമോക്കോൾ ബാൾ കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബെല്ലിൻ്റെ ഷേപ്പ് ഏകദേശം റെഡിയായി. ട്രീയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലിൻ്റെ വാലറ്റത്ത് ചെറിയൊരു നൂലൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൽ മുഴുവനായിട്ട് പശ പുരട്ടിയിട്ട് സിൽവറോ ഗോൾഡൻ കളറ് ഗ്ലിറ്റർ തൂവി കൊടുക്കാം.
നല്ല ഭംഗിയുള്ള കുഞ്ഞി ബെല്ല് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഫോം ഷീറ്റ് വെച്ചിട്ടും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ സമചതുരത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ മടക്കി നിവർത്തിയെടുത്തിട്ട് നമ്മുടെ ട്രീയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞി സ്റ്റാർ ഉണ്ടാക്കാം. നമ്മൾ മടക്കിയെടുക്കുന്നതെല്ലാം നന്നായിട്ട് വിരൽ വെച്ച് പ്രസ് ചെയ്യണം. എങ്കിലും മാത്രമേ നമ്മുടെ സ്റ്റാർ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ഇതിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിലെ എല്ലാ മടക്കുകളും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റാറിൽ മുഴുവനായിട്ട് പശ പുരട്ടിയിട്ട് കുറച്ച് ഗോൾഡൻ കളർ ഗ്ലിറ്റർ തൂവി കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റാർ നല്ല ഷൈനിങ് സ്റ്റാറായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് മെറ്റൽ ഇട്ടിട്ട് നമ്മുടെ ട്രീ വീഴാണ്ട് നിർത്തിയിട്ടുണ്ട്. ഫോം ഷീറ്റിൽ കുറച്ച് സ്റ്റാറുകൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസും സ്റ്റാറും കുഞ്ഞു കുഞ്ഞു ബെല്ലൊക്കെ വെച്ചിട്ട് നമ്മുടെ ട്രീ ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു ട്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേശപ്പുറത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും.